നമസ്കാരം. ദ്രുതഗതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുക വഴി സിദ്ധികളുടെ അനുബന്ധമായ ചില വിഷയങ്ങൾ അനുഭവിക്കാൻ സാധിക്കും എന്നൊരു വീക്ഷണം ഉണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയത എന്താണ് എന്ന് ചിന്തിച്ചാൽ, അതായത് ഓക്സിജൻ്റെ ഡിഫ്യൂഷൻ റേറ്റിൻ്റെ 20 ടൈംസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഡിഫ്യൂഷൻ റേറ്റ്. കൂടാതെ പരിണാമപരമായി കാർബൺ ഡൈ ഓക്സൈഡും രക്തക്കുഴലും തമ്മിലൊരു അടുത്ത ബന്ധമുണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നന്നേ കുറഞ്ഞാൽ രക്തക്കുഴലുകൾ ചുരുങ്ങും. അപ്പോൾ ഇവർ ദ്രുതഗതിയിൽ ശ്വസിക്കുന്നതിലൂടെ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം സ്വാഭാവികമായി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നന്നേ കുറയുകയും ചെയ്യും. അപ്പോൾ ഇതുമൂലം ഇവരുടെ മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ്റെ ലഭ്യത കുറയുന്നു. അതിലൂടെ ഇവർക്കുണ്ടാകുന്ന അനുഭവങ്ങളെയാണ് ഇവർ സിദ്ധികളായി മനസ്സിലാക്കി എടുക്കുന്നത്. എന്നാൽ വേദാന്ത ശാസ്ത്രം പറയുന്നു, ചിത്തനിരോധം സാധിക്കാത്ത ഒരു വ്യക്തിക്കും സിദ്ധികൾ ഉണ്ടാവില്ല. ഇനി ചിത്തനിരോധം സാധ്യമായാൽ സിദ്ധികൾ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ് എന്നാണ് വേദാന്ത ശാസ്ത്രം. നമസ്കാരം.